ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോയിലായിട്ട് കുറേ പേര് സാമ്പിൾ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ iOS യൂസേഴ്സ് എങ്ങനെ iOSൽ സാമ്പിൾ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോണത് എങ്ങനെ നമുക്ക് iOSൽ സാമ്പിൾ എടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് കാണിക്കുക, ജസ്റ്റ് നോക്കിക്കോ. എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസാണ്, അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റത്തില്ല. എന്നാൽ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന സൈഡിലായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളത് കോപ്പി ചെയ്യുക, ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനൊരു ഇതിലേക്ക് പോകും. ഇങ്ങനൊരു ആപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് കാണിക്കുന്നതുകൊണ്ട് അതൊരു ബ്രൗസറായിട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആപ്പായിട്ട് എന്തോ ആണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്കത് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കുറേ ആപ്ലിക്കേഷൻസ് കിടക്കുന്നതായിട്ട്. അതായത് നമ്മുടെ ആൻഡ്രോയിഡിലുള്ള ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഫോണിലായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം വെച്ചിട്ട് കുറേ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഞാനിപ്പോൾ കുറേയൊക്കെ നോക്കിയിട്ട് കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്കത് താഴെയായിട്ട് കാണാനായിട്ട് പറ്റും APK ഡിവൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് സൈനർ എന്ന് പറഞ്ഞൊരു സംഭവം കാണും. അതിനകത്ത് സെലക്ട് IPA ഫയൽ എന്ന് കാണും. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു IPA ഫയൽ എടുത്തിട്ട് സാമിൻ്റെ IPA ഫയൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സംഗതി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ആ ഹോം സ്ക്രീൻ എന്നിട്ട് സാമ്പിൾ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഫയലൊന്നും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ സാമ്പിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അതിവിടെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ആ സെലക്ട് IPA ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് IPA ഫയൽ ഇടാനായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു IPA ഫയൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിന് വേണ്ടിയിട്ടുള്ള IPA ഫയൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഗെയിംസുകൾ വേറെ കളിക്കണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിലുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ IPA ഫയൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ആ ഗെയിം അടിച്ചിട്ട് IPA ഫയൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗിറ്റ് ഹബ് ഉണ്ടല്ലോ, അതിനകത്ത് IPA ഫയൽ കാണും കുറേ ഗെയിമിൻ്റെ. അപ്പോൾ എന്തായാലും കുറേ പേര് ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. iOSൽ നമുക്ക് ഒരിക്കലും സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്താ ആൻഡ്രോയിഡിലും ഒക്കെ മാത്രം കളിക്കാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ആപ്ലിക്കേഷൻസ് ഇതാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഞാൻ 1-2 വീഡിയോസൊക്കെ റെഫർ ചെയ്തപ്പോൾ ആകപ്പാടെ ഉണ്ടായിരുന്ന മെത്തേഡ് ഇതാണ്. ഇത് വെച്ചിട്ട് ഞാൻ സാമിൻ്റെ IPA ഫയൽ എടുക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ ഫയലില്ല. ഞാൻ കുറച്ചൊക്കെ തപ്പി, എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ അന്വേഷിച്ച്, നിങ്ങൾ കുറേ കിടന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഇനി ആരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് iOS സപ്പോർട്ടാവുമെന്ന് ചോദിക്കേണ്ട. സപ്പോർട്ടാവത്തില്ല ഗൈസ്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കാനായിട്ട് പറ്റും. ഒരു 2GB റാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സാമ്പൊക്കെ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ കളിക്കണം എന്നുള്ളവർ മസ്റ്റായിട്ടും ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ മെത്തേഡ് കൂടെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, വേറെ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.